മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയിരിക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞാണ് ഇനി വരിക. ദുബായിൽ പോയി മകനെയും കണ്ട് അതൊരു സ്വകാര്യ സന്ദർശനം എല്ലാം കൂടെ കഴിഞ്ഞ് വരും. അത് അദ്ദേഹം തീർച്ചയായും അങ്ങനെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നതിനോട് എതിർപ്പുള്ള ആളല്ല ഞാൻ. അദ്ദേഹം പോയി ചികിത്സിച്ചിട്ട് വരട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചികിത്സിച്ചിട്ട് വരാൻ ലോകത്തെ ഏത് നല്ല ക്ലിനിക്ക് ഉണ്ടെങ്കിലും അവിടെ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നുള്ളത് കുടുംബത്തിൻ്റെയും മറ്റുള്ളവരുടെ ഒരു ആഗ്രഹമായിരിക്കും. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് മെഡിക്കൽ റീംബേഴ്സ്മെന്റ് കിട്ടുകയാണെങ്കിൽ അവരവിടെ പോയി ചികിത്സിക്കുമല്ലോ. അതുപോലെ തന്നെ സാധാരണ ആളുകൾ ഹെൽത്തിന്റെ നമ്മുടെ ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്തും അതുപോലെ ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ അവർ കിട്ടുന്ന ഏറ്റവും വലിയ മുന്തിയ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചികിത്സിക്കും. അല്ല സാധാരണ ഹോസ്പിറ്റൽ PHC തീരേണ്ട കാര്യമായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. കാരണം പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിൽ പോകും. അതൊക്കെ സ്വകാര്യ വിഷയങ്ങളാണ്. അതിനകത്ത് വേറെ അഭിപ്രായമില്ല. അമേരിക്ക ചികിത്സിക്കാൻ പോയതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എൻ്റെ വിഷയം അതല്ല. 10 ദിവസത്തെ പോകുമ്പോൾ എന്തുകൊണ്ടൊരു മുഖ്യമന്ത്രി സ്ഥാനം മറ്റൊരാളിന് ചാർജ് ഏൽപ്പിച്ചിട്ട് പോകുന്നില്ല? അപ്പോൾ 19 പേര് മോശക്കാരാണോ? ഈ മാത്രമല്ല, ഇദ്ദേഹത്തിന് എല്ലാ കാലവും മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലശേഷവും പിണറായി വിജയന്റെ കാലശേഷവും ഞാൻ മരിച്ചു പോകുന്ന കാര്യമല്ല പറഞ്ഞത്. അദ്ദേഹം ഭരണത്തിൽ നിന്ന് മാറിയാൽ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നാൽ തൊട്ടടുത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ആളുകളെ ഒന്ന് പരിശീലിപ്പിക്കണ്ടേ? അപ്പോൾ ധനകാര്യ ബാലഗോപാലിന് ഒരു ചാർജ് കൊടുത്തിട്ട് പോവുക. വേണമെങ്കിൽ ഫയലൊക്കെ ഒന്ന് അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ, വളരെ പോളിസി ഡിസിഷൻ ആവശ്യമുള്ള ഫയലുകൾ അങ്ങോട്ട് അയക്കാം. ബാക്കിയെല്ലാം ബാലഗോപാലിലൂടെ ക്ലിയർ ചെയ്ത് വിടാൻ പറ്റും. അല്ലെങ്കിൽ രാജീവിന് ചുമതല കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ചുമതല കൊടുത്തിട്ട് പോകാതിരുന്നതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയുടെ വിഷയം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മാറ്റണമായിരുന്നു. തീർച്ചയായിട്ടും അവർ അതിന് ഫിറ്റല്ല, അൺഫിറ്റ് ആണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സജി ചെറിയാൻ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. സജി ചെറിയാൻ പറയുന്നത് അവരെ തല്ലിയാൽ ഞങ്ങളും തല്ലും, ഞങ്ങളുടെ കയ്യിലും ആളുണ്ട് എന്നാണ്. ഗവൺമെന്റിനെതിരെ ആളുകൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലേ? ഗവൺമെന്റിനെതിരെ വിമർശിക്കാൻ കഴിയില്ലേ? അത് ചിലപ്പോൾ വ്യക്തിപരമായി വിമർശിക്കും, ഒറ്റതിരിഞ്ഞ് വിമർശിക്കും, അതെല്ലാം വരും. അവിടെ സ്ത്രീ എന്ന് പരിഗണന ഒന്നും വരത്തില്ല. കാരണം നമ്മുടെ വിമർശിക്കുന്ന സ്ഥാനത്തെയാണ്. വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ആരും വിമർശിക്കുന്നില്ല. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയാണ്. ഇപ്പൊ ശൈലജ ടീച്ചറിനെ ആരും പറയാത്തെന്താ? ശ്രീമതി ടീച്ചറിനെ പറയാത്തെന്താ? അല്ലെ ശിവകുമാറിനെ പറയാത്തെന്താ? അല്ലെ ശങ്കറിനെ പറയാത്തെന്താ? ആരും പറയത്തില്ല. കാരണം അവരില്ലല്ലോ, സ്ഥാനത്തില്ലല്ലോ. സ്ഥാനത്തുള്ളിടത്തോളം കാലം ആക്ഷേപവും ചീത്തയും തെറിവിളിയും എല്ലാം കേട്ടേ കഴിയൂ. അത് ഇതിന്റെ ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഡിസെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിയോജിപ്പ്. അതിന്റെ ഭാഷയും എന്തൊക്കെ വേണമെന്നുള്ളത് ഓരോരുത്തരുടെ സംസ്കാരവും രീതി അനുസരിച്ച്. അതൊന്നും നമുക്ക് സഹിച്ചറിയാനൊന്നും കയറി ഒന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സമയത്താണ് അദ്ദേഹം അമേരിക്കയിൽ പോയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞു പോയത് പോയത് ശരിയായില്ല എന്നല്ല, വീണ ജോർജിന്റെ രാജിയും കൂടെ വാങ്ങിച്ചിട്ട് ഈ സമയത്ത് പോയത് ശരിയായില്ല, അല്പം നീട്ടി വെക്കണമായിരുന്നു. പക്ഷേ രോഗ ചികിത്സയായതുകൊണ്ടും അദ്ദേഹം ഒരു ദുബായ് വഴിയൊക്കെയുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത് കൊണ്ടും അത് മാറ്റിവെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പിണറായി വിജയന് മാത്രമോ പിന്നെ ഡോക്ടർക്കും അറിയാവുന്ന കാര്യം കുടുംബത്തിന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും അതൊരു വലിയ വിഷയമാണ്. ആശുപത്രി പറഞ്ഞു വരുമ്പോൾ കേരളം വെന്റിലേറ്ററിലാവുന്ന ഒരു അവസ്ഥയും. കാരണം ഞാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സ്ഥാനം മറ്റൊരാളിന് ചാർജ് കൊടുത്തിട്ട് പോകാം. സുഖമായിട്ട് അദ്ദേഹം 1 മാസം പോയി ചികിത്സിച്ചിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ഒക്കെ എടുത്ത് 10 ദിവസത്തെ അവിടെ പോയി ചികിത്സ കഴിഞ്ഞ് നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും ഒരു 10 ദിവസം വേണേൽ നാട്ടിൽ വന്ന് എല്ലാ റെസ്റ്റും എടുത്തിട്ട് സെക്രട്ടേറിയറ്റ് വന്നാൽ മതി. ഇപ്പൊ ഈ 80ാമത്തെ വയസ്സിൽ 2 തവണ മുഖ്യമന്ത്രി ആയല്ലോ, 9 വർഷം മുഖ്യമന്ത്രി ആയല്ലോ. അപ്പൊ ഈ ഭരണത്തിന്റെ സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഒരു ആംബിയൻസ് അനുഭവിച്ചല്ലോ. ഇനിയിപ്പോ 10ാം വർഷത്തിലേക്ക് കയറുമ്പോൾ 1 മാസം വേറെ ആരെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെങ്കിലും ചാർജ് കൊടുത്തിട്ട് പോകണമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ വീണ ജോർജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് തന്നെ പോകണമായിരുന്നു. ഇത് രണ്ടും നടന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല പറയുന്നതിൽ കാര്യമുണ്ട്. അത് പ്രതിപക്ഷം പറയുന്നു എന്നുള്ളത് കൊണ്ട് കാര്യകാരണ സഹിതം പറയുകയാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരളം വെന്റിലേറ്ററിലാണ്. പിണറായി വിജയന്റെ ഭരണം ഓൺലൈനിലാണ്. ഓൺലൈനിൽ ഫയൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം, ബ്രീഫ് ചെയ്യുന്നതിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. മറ്റത് ഓരോ ഫയലും ഓരോരുത്തരായിരിക്കും ബ്രീഫ് ചെയ്ത് കഴിക്കുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കുറച്ച് സമയം അവിടെ ചികിത്സയുടെ ഇടയിൽ കൂടി ഒരു പർട്ടിക്കുലർ ടൈമിൽ വരും. അപ്പോൾ കൂടെ പോയിരിക്കുന്ന IAS ആരെങ്കിലും, ജൂനിയർ IAS ആയിരിക്കും കൂടെ പോകുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പോകില്ലല്ലോ. അപ്പോൾ ജൂനിയർ IAS ഇത് ബ്രീഫ് ചെയ്യും. അപ്പോൾ വരുന്ന ഫയലിന്റെ മെരിറ്റും ഡിമെരിറ്റും നോക്കാതെ തന്നെ പല ഫയലുകൾ ഒപ്പിടേണ്ടി വരും. അത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഇരുന്ന് ഭരണം നടത്തുന്നത് സുഖമുള്ള. കാരണം ഇത്രയും മന്ത്രിമാരിവിടെ ഉണ്ടല്ലോ, 19 മന്ത്രിമാരിവിടെയുണ്ട്, വലിയ സംവിധാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ പോയതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ ചികിത്സയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരാളെ മുഖ്യമന്ത്രി ചാർജ് കൊടുക്കണമായിരുന്നു. എന്തേ വിശ്വാസമില്ലേ? തിരിച്ചു വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനം തരത്തില്ലേ? ആ ഒരു വിശ്വാസമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. മറിച്ച് ഓൺലൈനിലാണ് ഈ ഭരണം നടത്തുന്നതിനുള്ളൊരു വലിയ ദുര്യോഗമുണ്ട്. പിന്നെ കേരളം ആരോഗ്യരംഗത്തും എങ്കിലും വെന്റിലേറ്ററിലാണ്.
വനം വകുപ്പ് വെന്റിലേറ്ററിലാണ്, വിദ്യാഭ്യാസ വകുപ്പ് വെന്റിലേറ്ററിലാണ്. കാരണം കുട്ടികൾക്ക് ഇതുവരെ പാഠപുസ്തകം എല്ലാവർക്കും പാഠപുസ്തകം കൊടുത്തു, അതേസമയം കുട്ടികൾക്കുള്ള അധ്യാപകർക്കുള്ള ട്രെയിനിങ് നടന്നിട്ടില്ല, യൂണിഫോം എല്ലാ സ്കൂളിലും എത്തിയിട്ടില്ല, അതുപോലെ തന്നെ ആക്ഷൻ പ്ലാൻ കൊടുത്തിട്ടില്ല, കലണ്ടർ കൊടുത്തിട്ടില്ല, ഈ വർഷത്തെ അവരുടെ പ്ലാനിങ് കലണ്ടർ കൊടുത്തിട്ടില്ല, ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പം വിദ്യാഭ്യാസ വകുപ്പും വെന്റിലേറ്ററാണ്. ഇങ്ങനെ വകുപ്പുകളെ വെന്റിലേറ്റർ ആക്കിയിട്ട് ഇദ്ദേഹം ഓൺലൈനിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ അതൊരു സുഖകരമായ കാര്യമായി തോന്നുന്നില്ല.